ഗൈസ്, നമുക്കൊരു ഓട്ടൈറ്റിനിടെ കണ്ടാലോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്തയാണ് കേട്ടോ. പാസ്തേൻ്റെ കൂടെ വെജ് സാൻഡ്വിച്ചും ഉണ്ട്. ഞങ്ങൾക്ക് ട്യൂസ്ഡേസിലാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നടക്കാൻ പോയി. ഇവിടെ നല്ല കോടയും തണുപ്പൊക്കെ ആയതുകൊണ്ട് നടക്കാൻ പോകാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അവർക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ പിന്നെ നടന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ടൈമായി. അങ്ങനെ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലു ഗോബി സബ്സി ഉണ്ട്. ഈ നമ്മുടെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവർ ഇട്ടൊരു സബ്സി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പരിപ്പ് കറി ഉണ്ട്. പരിപ്പ് കറി എടുത്തു. പിന്നെ ചോറും ഉണ്ട് കേട്ടോ. ചോറ് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ബസ്മതി റൈസാണ് ഇവർ നോർമൽ ചോറിട്ട് കഴിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് തൈരും എടുത്തു. അങ്ങനെ ഞാൻ ഇതൊക്കെ കൂടെ എടുത്ത് റൂമിൽ വന്ന ശേഷം എന്തൊക്കെയാണ് ഞാൻ പ്ലേറ്റിലെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് കറി എടുത്തു, ആലു ഗോബി സബ്സി എടുത്തു, പിന്നെ തൈരെടുത്തു, പിന്നെ 2 ചപ്പാത്തി ഇവിടെ മെയിനാണ് കേട്ടോ ലഞ്ചിന്. ചപ്പാത്തി എടുത്തു, തൈരെടുത്തു, ചോറെടുത്തു, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് അച്ചാറും കൊടുത്ത് ലഞ്ച് കഴിച്ചു. അങ്ങനെ 4 മണിയായപ്പോൾ ചായക്ക് ഈ കോളിഫ്ലവർ പൊരിച്ചൊരു സാധനമാണ് കേട്ടോ. എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. അങ്ങനെ അതും എടുത്തു, കുറച്ച് ചായയും കുടിച്ചിട്ടോ. അങ്ങനെ രാത്രിത്തെ ഡിന്നർ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലക്കറി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ വെള്ളക്കടലിൻ്റെ കറിയില്ലേ, അതുണ്ട്. പിന്നെ ഉച്ചക്കത്തെ സെയിം പരിപ്പ് കറി ഉണ്ട്. ഉച്ചക്കത്തെ അല്ല, രാത്രി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞാൻ കടലക്കറി എടുത്തു, പരിപ്പ് കറി എടുത്തു, ചോറെടുത്തു. ഡെസേർട്ടിന് നിന്ന് ക്യാരറ്റ് അലുവയാണ് കേട്ടോ. ഞങ്ങൾക്കിത് സ്പെഷ്യലാണ്, കാരണം ആദ്യമായിട്ടാണ് തരുന്നത്. അങ്ങനെ ഞാൻ ഈ സാധനമൊക്കെ കൂടെ എടുത്ത് റൂമിൽ പോയിട്ട് കഴിച്ചിട്ടോ. കടലക്കറി ഉണ്ട്, പരിപ്പ് കറി ഉണ്ട്, ക്യാരറ്റിൻ്റെ അലുവയുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുണ്ട്, സവാള ഉണ്ട്, ചോറുണ്ട്, അഗൈൻ കടലക്കറി ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.